ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റാണ് ഇനി വരാൻ പോകുന്നത് ഏഷ്യ കപ്പ്. നമുക്കറിയാം ഏഷ്യ കപ്പ് എന്ന് പറയുമ്പോൾ T20 ഫോർമാറ്റിലാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പ് ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യ ഒരു T20 മത്സരം കളിച്ചത്, ഒരു പരമ്പര. അത് തൂത്തു വരാൻ പറ്റിയിരുന്നു ഇന്ത്യ. അതെ, 4-1. ഇനി UAE മത്സരം നടക്കുന്നത്. എന്തൊക്കെയാണ് ടീമിന്റെ സാധ്യതകൾ? ഇപ്പം നിലവിൽ നമുക്ക് സാധ്യതയിൽ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് ക്യാപ്റ്റൻ്റെ പരിക്കാണ്. T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഒരു ഹെർണിയുടെ ഓപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പരിക്കൊരു മാസത്തെ ടൈമുണ്ട്, അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുന്ന പ്രതീക്ഷിക്കാം. പക്ഷേ ചില റിപ്പോർട്ടുകൾ ആശങ്ക പങ്കുവെച്ചുള്ളത് വന്നിട്ടുണ്ട്. അതിൽ അതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആര് ക്യാപ്റ്റനാവുന്നുള്ളത്, അതായത് നമ്മുടെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് ഈ ഫോർമാറ്റിലേക്ക് വരുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അവിടെ. പക്ഷേ ഗില്ല് വന്നു കഴിഞ്ഞാൽ നിലവിലെ ടീമിൻ്റെ ഒരു താളത്തെ മൊത്തം ബാധിക്കും എനിക്ക് കരുതുന്നത്. ഗില്ല് T20 ടീമിലേക്ക് കളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹം T20 ഫോർമാറ്റിൽ ഫോമിൽ തന്നെയാണ്. നമ്മൾ IPL കണ്ടാണ് പിന്നെ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായ ഗില്ലിൻ്റെ പെർഫോമൻസ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ T20 കളിക്കാറുണ്ടായിരുന്നില്ല എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പറയുമ്പോൾ അതിൽ ചേർത്ത് പറയേണ്ടത് അത് B ടീമാണെന്ന് സെലക്ടർമാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. B ടീം എന്ന് ഉദ്ദേശിച്ചത് മെയിൻ ടീമല്ല, ജയ്സ്വാളും ഗില്ലൊക്കെ തിരിച്ച് ഇതിലേക്ക് വരാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അദ്ദേഹം ഈ ടീമിലുണ്ടാവും, ഏഷ്യ കപ്പിന് കളിച്ചേക്കും. കാരണം ഏഷ്യ കപ്പ് ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് വരുമ്പം ഗില്ല് മാറിയിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പ്രധാന ടീമിനെ കളിക്കണം. അങ്ങനെ വന്നാൽ ആ ക്യാപ്റ്റനായിട്ട് ഗില്ല് വരുമോ എന്നൊരു സംശയമാണ് വരുന്നത്. ഗില്ലല്ലെങ്കിൽ പിന്നെ ഗില്ലിന് ചാൻസ് കൊടുത്തില്ലെങ്കിൽ, ക്യാപ്റ്റൻ ആക്കിയില്ലെങ്കിൽ, സൂര്യകുമാറും ഇല്ലെങ്കിൽ ഇനി നിരവധി ക്യാപ്റ്റന്മാരുടെ ഓപ്ഷൻ നമുക്കുണ്ട്. ഒന്ന് ശ്രേയസ് അയ്യർ, പഞ്ചാബിനെയും കൊൽക്കത്തയൊക്കെ IPL നന്നായിട്ട് നയിക്കുന്ന ശ്രേയസ് അയ്യരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേലുണ്ട്. അദ്ദേഹം ഡൽഹിയെ മികച്ച രീതിയിൽ നയിച്ചിട്ടുണ്ട്. അക്ഷർ പട്ടേലിന് വൈസ് ക്യാപ്റ്റനാക്കാം, അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതും അല്ലെങ്കിൽ മുൻ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുണ്ട്. ദേശീയ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനാണ്, മുംബൈയുടെ ക്യാപ്റ്റനാണ് ഹർദിക് പാണ്ഡ്യയാണ്. അങ്ങനെ നിരവധി ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഈ ഒരു താരം വരുമ്പോൾ സമയത്തുള്ള ടീമിലെ മാറ്റങ്ങൾ, അതിൽ ഗില്ല് വന്നാൽ മാത്രമേ ടീമിൻ്റെ മാറ്റങ്ങൾക്കൊരു കാര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ താരങ്ങളെല്ലാം നമ്മുടെ ടീം ഇപ്പോൾ ആദ്യ ലെവലിൽ തന്നെ ഉൾപ്പെടുന്നതാണ്, ഇവരൊക്കെ ഉണ്ടാവും. ഗില്ല് സ്ക്വാഡിലേക്ക് ഉൾപ്പെടുമോ എന്നുള്ള ചർച്ചയാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. അത് സൂര്യകുമാർ യാദവ് ഇല്ലെങ്കിൽ ഗില്ലിന് ചാൻസ് കാണുന്നുണ്ട്. യാദവ് കളിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ പിന്നെ ഗില്ല് വരുമോ എന്നുള്ളത് ചോദ്യം അവിടെ ബാക്കിയാണ്. പക്ഷേ ഗില്ലും കൂടെ വന്നു കഴിഞ്ഞാൽ അത് സെറ്റാവെന്ന് പറയാം. അപ്പം കൂടി കൂടുതൽ താരങ്ങൾ വരാനുണ്ട് പുറത്ത്, നമുക്കറിയാം. ഇപ്പോൾ ദുബായിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. ഗില്ലിൻ്റെ ഒരു T20 സമീപകാല പ്രകടനം നോക്കുകയാണെങ്കിൽ IPL മികച്ച പ്രകടനമാണ് ഗില്ല് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഗില്ല് ഇന്ത്യയുടെ ഇന്ന് ഇന്ത്യയിലുള്ള T20 ബാറ്റർമാരുടെ ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മികച്ച ഒരു താരം തന്നെയാണ് ശുഭ്മാൻ ഗില്ല് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം സെലക്ടർമാർ ഗില്ലിനെ അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. മറുവിഭാഗം പറയുന്നത് നിലവിലൊരു ടീമിനൊരു ഫ്ലോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ചായിട്ട് ഇന്ത്യ എടുത്തൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഇപ്പോൾ സഞ്ജു സാംസനെ പോലുള്ള താരങ്ങൾ, അഭിഷേക് ശർമ്മനെ പോലുള്ള താരങ്ങൾ ഓപ്പണർമാരായിട്ട് കളിക്കുകയും, തിലക് വർമ്മ, അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡി, ഇങ്ങനെയുള്ള ഒരു താരങ്ങളൊക്കെ കളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സത്യത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് വന്നപ്പോൾ അതൊരു വല്ലാത്ത ആശങ്കയായിട്ട് മാറുകയാണോ ചെയ്തതെന്നുള്ളതാണ്. കാരണം ഈ ഒരു സംശയം നിൽക്കുകയാണ്. ഇപ്പോൾ 4-1 ഒരു പരമ്പര ഇതാക്കുന്ന പറയുമ്പോൾ അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത് അവസാനം കളിച്ച മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 135 റൺസ് അടിച്ച താരമാണ്. ആ താരത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. ജയ്സ്വാളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഒരു ആശങ്ക ഈ സത്യത്തിൽ ഈ ഒരു പ്ലാൻ B ആയിട്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിന് മുന്നേ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ സെലക്ടർമാർക്ക്? അങ്ങനെ അത് എനിക്ക് ആശങ്ക ഇപ്പൊ സേഫ് പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ ആരെ പുറത്തിരുന്നുള്ള ആശങ്കയുണ്ട്. പക്ഷെ അത് നമ്മുടെ ബെഞ്ചിന്റെ സ്ട്രെങ്ത് മാത്രം. ആശങ്ക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ ആവശ്യം വരുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നതുകൊണ്ടാണ് ഈ താരങ്ങൾക്ക് അന്തരം വിശ്രമം കൊടുത്തത്. ഈ പറഞ്ഞ ഗില്ലിനാണെങ്കിലും ജയ്സ്വാളിനായാലും നമ്മൾ പരിഗണിക്കാറുണ്ട്. അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്ക കളിക്കുമ്പോഴെല്ലാം നമുക്കൊരു പ്രധാന ടൂർണമെന്റ് ഉണ്ടായിരുന്നു. ആ ടൂർണമെന്റ് ഉണ്ടായപ്പോഴാണ് ഈ പ്രധാന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തിട്ട് ഏകദിന T20 ടെസ്റ്റ് ഫോർമാറ്റ് കണ്ടിട്ട് അതിൽ കളിക്കുന്ന താരങ്ങളാണല്ലോ, 3 ഫോർമാറ്റിലും കളിക്കുന്ന താരങ്ങൾക്ക് വിശ്രമം കൊടുത്തിട്ടാണ് സഞ്ജുവിനെയും തിലക് വർമ്മനെയും അഭിഷേകിനെയും പോലുള്ള താരങ്ങളെ കളിപ്പിച്ചത്. അപ്പം ഒരു പ്രധാന ടൂർണമെന്റ് വരുമ്പം ഈ B ടീമിനെ കളിപ്പിക്കുക എന്നുള്ളത് അതൊരു നല്ല സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം ഗില്ലിനെ കളിപ്പിക്കുന്നതിൽ ഇപ്പം സൈഫ് പറഞ്ഞാൽ സെലക്ടർമാർക്ക് മാത്രമല്ല ഗംഭീറിനും താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞാൽ ഗില്ലിനെ നമുക്കിപ്പോൾ മാറ്റി നിർത്താൻ പറ്റില്ല, ഒരു ഫോർമാറ്റിൽ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. ജയ്സ്വാളിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അദ്ദേഹം പിന്നെ നമുക്കറിയാം IPL ആയാലും മറ്റ് എല്ലാ ഫോർമാറ്റിലായാലും നന്നായി കളിക്കുന്നുണ്ട്. T20 സ്ക്വാഡിനൊക്കെ പറ്റിയ ബാറ്റ്സ്മാനാണ്, ഓപ്പണറാണ്, അതിൽ സംശയമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന B ടീമിൽ, അതായത് B ടീം ഞാൻ പറയുന്നത് B ടീമല്ല, നമ്മൾ ദേശീയ ടീം തന്നെയാണ്. ആ ടീമിനെ കുറച്ചുകൂടി സ്ട്രെങ്ത് ചേർക്കാൻ വേണ്ടി പുറത്തെ താരങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് വരുമ്പം അഭിഷേകിനെ പുറത്തെത്താൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യും, സഞ്ജുവിനെ പോലുള്ള താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ജയ്സ്വാൾ കളിച്ചേക്കാം, ജയ്സ്വാൾ ഓപ്പണറായിട്ട് തന്നെ വന്നേക്കാം. ഗില്ല് 4-ാം നമ്പറിൽ കളിക്കുക എന്നുള്ള സംശയം ഇതുണ്ട്. ഗില്ല് വന്നുമ്പോൾ തിലക് വർമ്മയായിരിക്കും ചിലപ്പം പുറത്ത് പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയായിരിക്കും. ആ സൂര്യകുമാർ യാദവ് ഇല്ലെങ്കിൽ എന്തായാലും ഗില്ലും ഇത് വന്നേക്കാം. ശ്രേയസ് അയ്യർ വരുമ്പോൾ എന്താവുന്നില്ല അറിയില്ല. സഞ്ജുവിന് പകരം ആര് വിക്കറ്റ് കീപ്പറായി വരുന്നറിയില്ല. സഞ്ജുവിന് സാധ്യത കൂടുതലുണ്ട് നിലവിലെ സാധ്യത. ഇപ്പോൾ ഗില്ല് വരുമ്പോൾ 4-ാമനായിട്ടുള്ളതെന്ന് പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഗില്ല് എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഓപ്പണറായിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ
അഭിഷേക് ശർമ്മ ഓപ്പണറായിട്ട് നല്ല ഫോമിലാണ്, ഗില്ല് ഓപ്പണറായിട്ട് നല്ല ഫോമിലാണ് IPL കളിച്ചത്. പിന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ നല്ല ഫോമിലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ട്. സഞ്ജു ആണ് ഇപ്പോൾ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. കാരണം ആ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ആകെ സഞ്ജുവിൻ്റെ ഒരു ഹൈ സ്കോർ എന്ന് പറയുന്നത് 26 റൺസാണ്. തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കാഴ്ചവെച്ച ആ ഒരു പ്രകടനത്തിന്റെ നിഴലിലൊതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന്റെ അടുത്തൊരു പിടിവള്ളി എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പിംഗ് റോളാണ്. വിക്കറ്റ് കീപ്പിംഗ് റോളിലേക്ക് വരുന്ന സമയത്ത് IPL നമുക്കറിയാം ഏറ്റവും കൂടുതൽ പലതരത്തിലും പല ടീമുകളിലും ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ ഭയങ്കര പെർഫോമൻസ് നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിലൊരു താരമാണ് ജിതേഷ് ശർമ്മ. അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ ഓപ്പണർമാരായിട്ടും ഒരുപാട് താരങ്ങൾ അങ്ങനെ കഴിവ് തെളിയിക്കുന്നുണ്ട്, പ്രിയാൻഷ് ആര്യനെ പോലുള്ള താരങ്ങളൊക്കെ. അപ്പോൾ ഓപ്പണറായിട്ടും സഞ്ജുവിന് കളിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്ന സഞ്ജുവിന് ഏറ്റവും താല്പര്യം ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ്. അത് കളിക്കാൻ പറ്റില്ല, അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഗില്ലുണ്ട്, ജയ്സ്വാൾ ഉണ്ട്, അഭിഷേക് ശർമ്മ ഉണ്ട്. 3 പേരും അവിടെ ആ സ്ഥാനം ഉറപ്പിച്ച മട്ടിലാണ് ഉള്ളത്. പിന്നെ ഉള്ളത് വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കുക എന്നുള്ളതാണ്. വിക്കറ്റ് കീപ്പറിൽ റോളിലേക്ക് വരുമ്പോൾ ധ്രുവ് ജുറൽ സ്വാഭാവികമായിട്ടും സഞ്ജു ഉണ്ടാകുമ്പോൾ 2ാം നമ്പർ വിക്കറ്റ് കീപ്പറായിട്ട് മാറുന്നുണ്ട്. പന്ത് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം T20 ഫോർമാറ്റിൽ അത്ര ഫോമിലല്ല ഉള്ളത്. പക്ഷെ ജിതേഷ് ശർമ്മയ്ക്ക് ഒരു സ്ഥാനം കിട്ടുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് തിരിച്ചടിയാവില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പന്തിനെ പറഞ്ഞ KL രാഹുൽ നമുക്കുണ്ട്, അതെല്ലാം പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ സഞ്ജുവിന് ഭീഷണി ഇപ്പം ജിതേഷ് ശർമ്മ തന്നെയാണ്. അദ്ദേഹം ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ പിന്നെ വിക്കറ്റിന് പിന്നിലെ ഒരു അസാമാന്യ പ്രകടനം കൂടി അദ്ദേഹം കാഴ്ചവെക്കുന്നത് IPL നമ്മൾ കണ്ടാണ്. ഇപ്പം നിലവിലെ T20 ഫോർമാറ്റിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പറാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജിതേഷ് ശർമ്മയുടെ പേര് വന്നേക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫിനിഷർ റോളും തിളങ്ങാൻ പറ്റുന്ന താരമാണ്. നിലവിൽ നമുക്കിപ്പം ഫിനിഷർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ആരെ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യനെ മാത്രമേ നമ്മൾ ദേശീയ ടീമിൽ പറയാനുള്ളൂ. അക്ഷർ പട്ടേൽ ഉണ്ട്. പക്ഷേ ഫിനിഷർ റോളിലേക്ക് പറയണമെങ്കിൽ അത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ജിതേഷിന് ആ റോളും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റിംഗ് ലെങ്ത് അറിയാം. അക്ഷർ പട്ടേൽ വരെ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്റിംഗ് ലെങ്ത് ഉണ്ട്. അവിടേക്കൊരു നല്ലൊരു ഫിനിഷർ വേണമെങ്കിൽ അത് ജിതേഷ് ശർമ്മയുടെ ഓപ്ഷൻ വരും. ഈ പറഞ്ഞ പോലെ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന പ്രശ്നം വരുന്നില്ല ജിതേഷ് ശർമ്മ ബാറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്തിയാൽ ടോപ്പ് ഓർഡറിൽ ഈ പറഞ്ഞ ടോപ്പ് ഓർഡറിൽ നമുക്കിപ്പോൾ സേഫ് എന്ന് പറഞ്ഞ 3-4 താരങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നം വരുന്നില്ല. സഞ്ജുവിനെ അവിടെ മാറ്റി സഞ്ജുവിനെ അല്ല ടോപ്പ് ഓർഡറിലെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞിട്ടില്ല. ശ്രേയസ് അയ്യർ ഉണ്ട്, തിലക് വർമ്മ. ശ്രേയസ് അയ്യർ 64 റണ്ണാണ് IPL അടിച്ചത്. അദ്ദേഹത്തിന് എന്തായാലും ഞാൻ പറഞ്ഞ ക്യാപ്റ്റന്റെ പേര് പറയുമ്പോൾ ശ്രേയസ് അയ്യറിന്റെ പേര് പറഞ്ഞിട്ട് മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ ഷോർട്ട് ഫോർമാറ്റിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല ഫോമിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രേയസ് അയ്യർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചടിയാകാൻ പോകുന്നത് തിലക് വർമ്മ എന്ന് പറയുന്ന താരത്തിനാണ്. തിലക് വർമ്മക്ക് നമുക്കറിയാം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3ാമത് കളിച്ചായിരുന്നപ്പോൾ അതൊക്കെ മാറി അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുക ഒരുപാട് തെളിയിച്ചതുമാണ് സ്പോട്ട്. ഈ സഞ്ജുവും തിലകൊക്കെ ദക്ഷിണാഫ്രിക്ക ഇപ്പൊ കഴിഞ്ഞ പരമ്പരയൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ താരങ്ങൾ തിരിച്ചു വരുമ്പം ഈ പറഞ്ഞ ഒരു 17 സ്ക്വാഡിന് പ്രഖ്യാപിക്കുമ്പോൾ ഈ താരങ്ങളിൽ ഉൾപ്പെട്ടേക്കാം. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ മത്സരങ്ങൾ അത് യുടെ കളിക്കുന്നത്, ഇന്ത്യയുടെ മത്സരം വരുന്നത്. അങ്ങനെയുള്ള മത്സരങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നി ഒരു ഫൈനൽ സ്ക്വാഡിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ. ഓപ്പണറായിട്ട് ഇപ്പോൾ എന്തായാലും ജയ്സ്വാളും അഭിഷേകും കളിക്കാൻ ഓക്കെയാണ്. ഗില്ലുണ്ടെങ്കിൽ എനിക്ക് അതിലൊരു വിയോജിപ്പുള്ളത്. ഗില്ലുണ്ടെങ്കിൽ വൺ ഡൗൺ കളിച്ചാൽ പോലെ വൺ ഡൗൺ ഇറങ്ങാൻ ഗില്ല് ഓക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. വൺ ഡൗണിലേക്ക് അദ്ദേഹം കളിക്കും. തീർച്ചയായിട്ടും തിലക് വർമ്മ ആണ് ഇപ്പൊ അവസാനം ഇന്ത്യക്ക് കളിച്ചത്. പിന്നെ സാധ്യത ഉള്ളത് സഞ്ജുവിനാണ് വൺ ഡൗൺ കളിക്കാൻ. കാരണം സഞ്ജു അവസാനം വൺ ഡൗൺ ആയിട്ടാണ് T20 കളിച്ചിട്ടുള്ളത്. IPL വൺ ഡൗൺ ആയിട്ടാണ് പിന്നെ കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂര്യകുമാർ യാദവ് വരുന്നുണ്ട്. ആ റോളിൽ സൂര്യകുമാർ ടീമിലുണ്ടെങ്കിൽ അദ്ദേഹം സൂര്യകുമാർ ഇല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ ശ്രേയസ് അയ്യറിന് കളിക്കാൻ വേണ്ടി പറ്റും. ഈ ക്യാപ്റ്റൻ പക്ഷെ പരിക്കിനെ കുറിച്ച് അധികം വറീഡ് ആവേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അദ്ദേഹം പരിശീലനം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വലിയ ടെൻഷന്റെ കാര്യം തീർച്ചയായും. ബാറ്റിംഗ് നമ്മളിപ്പോൾ ബാറ്റിങ്ങിനെ മാത്രം പറഞ്ഞു ഇത്ര സമയം പറഞ്ഞു. ബാറ്റിങ്ങിൽ വലിയ ഓപ്ഷൻ നമുക്കുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും ശ്രേയസ് അയ്യരെല്ലാം ടീമിലേക്ക് വരുമ്പം എന്താ വന്നാലും അതിൽ തിലക് വർമ്മക്കായാലും സഞ്ജുവിനായാലും പോലുള്ള താരങ്ങൾക്കായാലും അവസരം നഷ്ടപ്പെട്ടേക്കും. ജിതേഷ് ശർമ്മ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സഞ്ജു പുറത്തിരിക്കേണ്ടി വരും. സ്ക്വാഡിൽ വന്ന ഫസ്റ്റ് ഓപ്ഷൻ അദ്ദേഹം മാറിയേക്കും. അല്ലെങ്കിൽ നിലവിലെ ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ പക്ഷേ ഗംഭീറാണ് പരിശീലനം എന്നതുകൊണ്ട് സഞ്ജുവിന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. സഞ്ജുവിനെ നമ്മളറിയാം, സഞ്ജു KKRൽ ഗംഭീറിന് കീഴിലുണ്ടായിരുന്നു. കളിക്കാൻ പറ്റിയില്ലെങ്കിൽ 2012 ടീമിലുണ്ടായിരുന്നതാണ്. അതിനുശേഷം സഞ്ജു വന്ന് നമുക്ക് ആ വരുന്ന രീതിയിൽ സഞ്ജുവിൻ്റെ നിലവിലെ ഫാൻ ബേസ് നോക്കിയിട്ടല്ല കളിപ്പിക്കുന്നില്ല. സഞ്ജുവിൻ്റെ നിലവിലെ ഫോം നമുക്കറിയാം. 9 മത്സരങ്ങളെ കളിച്ചുള്ളൂ IPL. അതിൽ നിന്ന് ഭേദപ്പെട്ട ഒരു നിലവിലെ കീപ്പർമാരിൽ ഏറ്റവും പുറന്തള്ളാൻ പറ്റാത്തൊരു മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിനെ പുറത്തെടുത്തേണ്ട ഒരു പരിക്കിന് പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിരിച്ചു മാറിയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ടീമിൽ വരാൻ സാധ്യത. അല്ല, ഇപ്പൊ സഞ്ജുവിന്റെ കാര്യം പറയുമ്പോഴേ നിലവിൽ സഞ്ജു ബാംഗ്ലൂരുവിലെ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കണം. പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സെലക്ടേഴ്സ് തെരഞ്ഞെടുക്കുന്ന താരങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന റൊട്ടീൻ പരിശീലനത്തിൽ പങ്കെടുക്കണം. അപ്പൊ സഞ്ജു ഇപ്പൊ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സഞ്ജു ദേശീയ സ്ക്വാഡിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് സഞ്ജു സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നുള്ളതല്ല. സഞ്ജു സ്ക്വാഡിൽ ഉണ്ടെങ്കിലും എവിടെയാണ്
ആർക്കൊക്കെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഏഷ്യ കപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നടക്കുന്നത്. അതിനകത്ത് കളി എന്നതിലുപരി ഒരുപാട് വേറെ തരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോയപ്പോൾ നമ്മൾ ഇതേ കാര്യം പറഞ്ഞു. നമ്മൾ പിന്നെ വേദികൾ മാറ്റിക്കൊണ്ടിരുന്നു. നിലവിൽ ഏഷ്യ കപ്പ് അങ്ങനെ വേദി മാറ്റിയിട്ടാണ് വരുന്നത്. അപ്പം ഇന്ത്യയുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇത് മാറും. ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മളത് കപ്പടിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു 3 മത്സരങ്ങൾ പാകിസ്ഥാനായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. 3 മത്സരങ്ങൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത് ആദ്യം ഒരു ഗ്രൂപ്പിലാണ് കളിക്കുന്നത്. സെപ്റ്റംബർ 14 ആദ്യ മത്സരം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സൂപ്പർ 4-ൽ സ്വാഭാവികമായിട്ട് സൂപ്പർ 4 എന്ന് പറയുമ്പോൾ സെമി ഫൈനൽ എന്നുള്ള രീതിയിൽ ഒരു ഫോർമാറ്റിലല്ല നടക്കുന്നത്. സൂപ്പർ 4-ൽ എത്തുന്ന 2 ഗ്രൂപ്പിൽ നിന്നുള്ള 4 ടീമുകൾ പരസ്പരം ഓരോ മത്സരം കളിക്കുകയാണ്. എന്നിട്ട് അതിൽ പോയിന്റ് കൂടുതൽ കിട്ടുന്ന ടീമുകളാണ് 2 ഫൈനൽ. സ്വാഭാവികമായിട്ട് അടുത്ത റൗണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും 1-2 എത്തുകയാണെങ്കിൽ അവർ വീണ്ടും ഫൈനൽ കളിക്കാൻ 3 മത്സരം കളിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിലവിലെ പാകിസ്ഥാൻ അത്രയും എത്തുപോലെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അല്ല, അത് വേറെ വിഷയമാണ്. കാരണം പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനെ പോലുള്ള ടീമുകൾ വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, ശ്രീലങ്ക ഉണ്ട്, ബംഗ്ലാദേശ് ഒക്കെ. ഈ പറയുന്ന 3 ടീമുകളാണ് ഒരു എടുത്തു പറയേണ്ട ടീമുകൾ. പിന്നെ ഉള്ളത് ഹോങ്കോങ്ങും UAE-യും ഒമാനൊക്കെയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് ഫസ്റ്റ് റൗണ്ട് എന്തായാലും ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് സെപ്റ്റംബർ 14 നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ആയിരിക്കും ഇന്ത്യ കടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഈ ടീമിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പൊ ബോളിംഗ് നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ സ്വാഭാവികമായിട്ടും വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അക്ഷർ പട്ടേൽ എന്തായാലും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവും, ഓൾറൗണ്ടർ ആയിട്ട് ഉണ്ടാവും. ഹാർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും ഉണ്ടാവും. ടീമിനെ ഒരു ബോളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ ടീമിനെ സപ്പോർട്ട് ചെയ്യും. പേസർമാരുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അർഷ്ദീപ് സാധ്യത ഉറപ്പാണ്. അർഷ്ദീപ് എന്തായാലും തീർച്ചയായിട്ടും കളിക്കാനാണ് സാധ്യത. അപ്പം നിലവിൽ T20-യിലെ ഇന്ത്യയുടെ ഏറ്റവും ഒരു മികച്ച ബോളർമാർ ഇപ്പോൾ ബുംറ കഴിഞ്ഞാൽ അർഷ്ദീപ് ഉണ്ട്. ബുംറക്ക് എന്താവും എന്നുള്ളത് സംശയമാണ്. കാരണം ഏഷ്യ പോലെ ഒരു പ്രധാന ടൂർണമെന്റിൽ ബുംറക്ക് ഇനിയും വിശ്രമം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ വിശ്രമം കൊടുക്കാനാണെങ്കിൽ പിന്നെ താരങ്ങളെ നിലവിലെ ഫോമിൽ അല്ലെങ്കിൽ നിലവിലെ ഈ പ്രായത്തിൽ ചോദ്യം വരും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ അദ്ദേഹം കളിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന് പരിക്ക് നമുക്ക് കരിയറിന് വെച്ചിട്ട് പറയുന്ന കാര്യമാണ്. കരിയർ നമ്മൾ നോക്കണം, ഇനി വരുന്ന ഫോർമാറ്റുകൾ നോക്കണം. UAE നടക്കുന്ന ചാമ്പ്യൻസ് ഏഷ്യ കപ്പിൽ ബൂമറയെ പോലൊരു താരം ഇല്ലെങ്കിൽ നമുക്കൊരു പരിക്ക് വരുന്നില്ല. കാരണം അർഷ്ദീപ് ഉണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ആ 2 ഓപ്ഷൻ മതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ സ്പിന്നിന് കുറച്ചുകൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഒരു സ്പെഷ്യലിസ്റ്റ് പേസറും കൂടി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷമിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. സിറാജ് തിരിച്ചു വരാൻ ഹർഷിത് റാണയുടെ ഒരു തീർച്ചയായും അല്ല, സിറാജ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബൂമറക്ക് വിശ്രമം കൊടുക്കുന്ന സിറാജിന് വിശ്രമം കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. തീർച്ചയായും അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫി പോലെ ഏഷ്യൻ കപ്പ് പോലൊരു ടൂർണമെൻറ്റ് വരുമ്പം സിറാജ് വിശ്രമിക്കാൻ വേണ്ടി പോയില്ല എന്ന് നമുക്ക് വേറൊരു കാര്യം നമുക്കറിയാം. കാരണം പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് അദ്ദേഹം കളിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ സിറാജ് കളിച്ചാലോ. പിന്നെ അവിടെ സ്പിന്നിനാണ് കൂടുതൽ ഒരു തുണ കിട്ടുന്നത്. സ്പിന്ന് തുണക്കുന്ന വെച്ചുള്ള വരുന്നത്. അപ്പം വേറെ അക്ഷർ പട്ടേൽ ഉണ്ട്, വാഷിംഗ്ടൺ സുന്ദർ കളിച്ചേക്കാം, പിന്നെ വരുൺ ചക്രവർത്തി കളിച്ചേക്കാം. പിന്നെ വരുന്നത് നമുക്ക് രവി ബിഷ്ണോയി ഉണ്ട്, പിന്നെ T20 ഫോർമാറ്റിൽ മിന്നുന്ന പ്രകടനമുള്ള താരമാണ്. കുൽദീപ് ഉണ്ട്. ഇത്രയും താരങ്ങൾ വരുന്ന സമയത്ത് ബോളിംഗിലേക്ക് കൂടുതൽ അങ്ങോട്ട് സ്പിന്നിലേക്ക് തന്നെ പോകാൻ സാധ്യത. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് മുതൽ അവസാനത്തെ 11 വരെ ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു സെലക്ടർമാരുടെ ആശയക്കുഴപ്പം. ഈ ചർച്ചകളൊക്കെ അജിത്തൊക്കെ സെലക്ട് ചെയ്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞു കണ്ണൊന്നും ആയിരിക്കില്ല അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ടെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഇതുണ്ട്. ഈ പറഞ്ഞ പോലെ സായ് സുദർശൻ ചിലപ്പോൾ വരുമോന്നും പറയാൻ പറ്റില്ല. ഈ താരങ്ങളൊക്കെ വെച്ചിട്ട് അത് കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അത് IPL വെച്ച് നോക്കി വരുമ്പം ഈ ജയ്സ്വാളാണോ സായ് സുദർശനാണോ ആരാണ് വരുന്നതെന്നും പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ ഇതും അഗാക്കാറിന്റെ കണ്ടിൽ വന്നേക്കാം. അല്ല, നമ്മളിപ്പോൾ ഇത്രയും ചർച്ച ചെയ്തിട്ടും സായ് സുദർശൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് IPL-ലെ ഏറ്റവും മികച്ച ബാറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്രയും അധികം ഓപ്ഷൻസ് അതുകൊണ്ടാണ് തീർച്ചയായും ടീമിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഏഷ്യ കപ്പിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടും. കാരണം സെപ്റ്റംബർ 9-നാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. എന്തായാലും ഒരു മികച്ച സ്ക്വാഡായിട്ട് തന്നെ ഇന്ത്യക്ക് ദുബായിലേക്ക് വണ്ടി കയറാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.